നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കണമെന്ന് ഇഡിക്ക് കത്തെഴുതിയ NCB അവിടെ അവസാനിക്കാൻ പോകുന്നത് ഒരു യുവരാജൻ്റെ യുഗമാണ് എന്ന് പറയേണ്ടി വരുന്നു. സനാതനധർമ്മത്തെ തൊട്ടുകളിച്ച ഉദയനിധി എന്ന് പറയപ്പെടുന്ന യുവരാജൻ തീരുകയാണ്. ഉടൻ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, മയക്കുമരുന്നാണ് കേട്ടോ. മയക്കുമരുന്ന് മാഫിയ തലവനുമായിട്ടാണ് ഉദയനിധിക്ക് അടുത്ത ബന്ധം. 7 ലക്ഷം രൂപ നൽകിയതായി അറസ്റ്റിലായിട്ടുള്ള നിർമ്മാതാവ് ജാഫർ സാദിഖിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി പിടിയിലാകാൻ പോകുന്നത് ഉദയനിധി. മുഖ്യമന്ത്രിയുടെ മകനെ ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. DMK മന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെതിരെ വലിയ വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലുമായിട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിർമ്മാതാവായിട്ടുള്ള ജാഫർ സാദിഖ് എത്തിയിരിക്കുന്നു. ഉദയനിധിക്ക് ഇനി പോവാം. ഉദയനിധി സ്റ്റാലിന് 7 ലക്ഷം രൂപ നൽകിയതായി അന്വേഷണ ഏജൻസിയോട് ജാഫർ സാദിഖ് പറഞ്ഞിരിക്കുന്നു. ഏകദേശം 2000 കോടി രൂപയുടെ മയക്കുമരുന്ന് കടത്ത കേസിലാണ് ജാഫർ സാദിഖ് എന്ന് പറയപ്പെടുന്ന വ്യക്തി അറസ്റ്റിലായത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ വർഷം സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പ്രളയം. ആ പ്രളയത്തിൽ ഉദയനിധി സ്റ്റാലിന് ഏകദേശം 5 ലക്ഷം രൂപ നൽകിയെന്നും ബാക്കി 2 ലക്ഷം രൂപ പാർട്ടി ഫണ്ടായി നൽകിയെന്നുമാണ് സാദിഖ് ഈ അധികാരികളോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ പോവുകയാണ്. ആ വിളിപ്പിക്കൽ സനാതനധർമ്മം പറഞ്ഞ ഉദയനിധി സ്റ്റാലിനെയാണ്. ഉദയനിധി സ്റ്റാലിന് പണം നൽകിയത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമാണോ എന്ന് തന്നെയാണ് ഇപ്പോൾ NCB അന്വേഷിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജാഫർ സാദിഖിൻ്റെ പേരും ഒപ്പം തന്നെ മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുമായിട്ടുള്ള ബന്ധവും അതാണ് NCB പരാമർശത്തിനെ തുടർന്ന് അടുത്തിടെ ഈ DMKയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. DMKയുടെ NRI വിഭാഗത്തിൻ്റെ ചെന്നൈ വെസ്റ്റ് ഡെപ്യൂട്ടി ഓർഗനൈസർ താനാണ് എന്ന് സാദിഖ് NCBയോട് പറഞ്ഞതായിട്ടും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ DMKയുടെ തോഴനാണ്. ദില്ലിയിൽ നിന്ന് 3 പേരെ NCB ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിലാണ് ജാഫർ സാദിഖിൻ്റെ പേര് എന്ന് പറയപ്പെടുന്ന പുറത്തു വരുന്നതും ആ പേര് പുറത്തു വന്നതിനെ തുടർന്ന് തന്നെയാണ് ഫെബ്രുവരി മാസം 15 മുതൽ ഈ ജാഫർ സാദിഖ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഒളിവിലാകുന്നത്. ദില്ലി പോലീസിൻ്റെ പ്രത്യേക സെല്ലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ജാഫർ സാദിഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും അത്തരത്തിലാണ്. ഈ അറസ്റ്റോടുകൂടി എല്ലാം തീരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈ ഉദയനിധി സ്റ്റാലിൻ എന്തിനാണ് സനാതനധർമ്മം പഠിപ്പിക്കുവാൻ ഇറങ്ങിയത് എന്ന് ഇനിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. സനാതനധർമ്മത്തെ തൊട്ടുകളിച്ച ഉദയനിധി സ്റ്റാലിൻ തീരുകയാണ്. രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരുന്ന ഗതികളിലേക്ക് പോവുകയാണ്. DMKയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനമോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അതായത് സ്റ്റാലിൻ്റെ പോലീസോ നൽകുന്ന സംവിധാനങ്ങളോ അവരുടെ മൊഴിയെടുക്കലുകളോ അല്ല വരാൻ പോകുന്നത്. പകരം NCBയുടെ കയ്യിലേക്കാണ് പോകുന്നത്. അവരുടെ തെളിവെടുപ്പുകളും മൊഴിയെടുക്കലുകളും ഒക്കെ വളരെ കൃത്യമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കള്ളപ്പണക്കാരനുമായിട്ടും ഒപ്പം തന്നെ മയക്കുമരുന്ന് ലോബിയുമായിട്ടും മയക്കുമരുന്ന് മാഫിയകളുമായിട്ടുമൊക്കെ DMK നേതാവായിട്ടുള്ള ജാഫർ സാദിഖിനോടൊപ്പം നിൽക്കാൻ ഉദയനിധി സ്റ്റാലിൻ എങ്ങനെ കഴിയുന്നു? ഈ പണം കൊണ്ടുവരുന്ന വഴികളൊക്കെ കള്ളപ്പണത്തിൻ്റെ വഴികളാണോ മയക്കുമരുന്നിൻ്റെ വഴികളാണോ? DMK എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലേക്ക് ഒഴുകിയെത്തുന്ന പണം പോലും ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാത്തിനും എണ്ണി മറുപടി പറയേണ്ടി വരും സനാതനധർമ്മം പഠിപ്പിക്കാനിറങ്ങിയ ഉദയനിധി സ്റ്റാലിൻ. അതുകൊണ്ട് മനസ്സിലാക്കുക, അതുകൊണ്ട് ഓർക്കുക, ഇനി വരുന്ന കാലം ഈ സ്റ്റാലിൻ്റെ മകന് ജയിലറകൾക്കുള്ളിലേക്ക് പോകുവാനാണോ വിധിയെന്ന് തമിഴ്നാടല്ല പറയാൻ പോകുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റാണ്. കാത്തിരിക്കുക.